പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ധാരാളം നന്മകൾ ഉൾക്കൊള്ളാൻ, അങ്ങനെ വിജയിക്കാൻ സാധിക്കുന്ന പരിശുദ്ധ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പണത്തിൻ്റെ വിനിയോഗവും ദാനധർമ്മങ്ങളും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അമ്മാമൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ. പണം ഉണ്ടായിട്ട്, സക്കാത്ത് കൊടുക്കേണ്ട സംഖ്യ ഉണ്ടായിട്ട് അത് കൊടുക്കാത്ത ആളുകൾ, ആവശ്യക്കാർ ധാരാളം ഉണ്ട് എന്നറിഞ്ഞിട്ടും കയ്യിൽ പണം മിച്ചമുള്ള ആളുകൾ അത് കൊടുക്കാതിരുന്നാൽ, അതെല്ലാം പിശുക്ക് എന്നാണ് അതിന് പറയുക. ആ പിശുക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അവർ പിശുക്ക് കൊണ്ട് പണം എടുത്തു കൊടുക്കാതെ സുഖിയന്മാരായി ജീവിക്കുന്ന ആളുകൾ ഈ റമദാനിൽ അവർ ചിന്തിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ആരെങ്കിലും നൽകേണ്ട ദാനധർമ്മങ്ങൾ നൽകാതിരുന്നാൽ, സക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് സമയത്ത് കൊടുക്കാതിരുന്നാൽ അവർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം, ട്രാജഡി ഏതാണ്? ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ. ഏറ്റവും വലിയ പ്രയാസങ്ങളിലേക്കാണ് അവർ എത്തിച്ചേരുക. അവരുടെ മുന്നിലുള്ള വഴി തൽക്കാലം വിശാലമുള്ളതാണെന്ന് തോന്നിയാലും പിന്നീട് അത് ഏറ്റവും കുടുസായ വഴിയായിട്ടാണ് മാറുക. അവർക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. മരിക്കുന്ന സമയത്ത് അവർ പറയും, എന്നെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി നീ മടക്കുമോ അള്ളാഹുവെ? മടക്കിയാൽ ഞാൻ ധർമ്മം ചെയ്യുമായിരുന്നു എന്ന് മനുഷ്യൻ പറയും. പിശുക്ക് വർദ്ധിക്കുകയും പണം ചെലവഴിക്കാതെ കെട്ടി വെക്കുകയും ചെയ്യുന്ന ആളുകൾ മരണസമയത്ത് അവർ വിലപിക്കും, എനിക്ക് ഒരല്പം കൂടി സമയം തരികയാണെങ്കിൽ ഞാൻ ധർമ്മം ചെയ്യുമായിരുന്നു, സക്കാത്തും സദക്കയും കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ലാ യജ്തമിഉൽ ഈമാനു വൽ ബുഖ്ലു ഫീ ഖൽബി മുഅ്മിനിൻ അബദൻ. ഇബ്നു അദീൻ്റെ ഹദീസാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈമാനും ബുഖ്ല് എന്ന് പറയുന്ന പിശുക്കും, അത് രണ്ടും കൂടെ ഉണ്ടാവില്ല. ഈമാനുള്ള ആൾക്ക് പിശുക്കുണ്ടാവില്ല. പിശുക്ക് പതിവായ മനുഷ്യന് ഈമാനുണ്ടാവില്ല. അത്രയും ഗൗരവമാണ്. മറ്റുള്ളവരുടേതാണല്ലോ നമ്മുടെ കയ്യിലുള്ള സക്കാത്തിൻ്റെ ഭാഗം, നമ്മുടേതല്ല. അങ്ങനെ വരുമ്പോൾ അത് കൊടുക്കാതിരിക്കുന്ന മനുഷ്യൻ ചെയ്യുന്നത് സ്വന്തം ശരീരത്തോടുള്ള ഏറ്റവും വലിയ ദ്രോഹമാണ്. സലാഹു ഹാദിഹിൽ ഉമ്മത്തി, സലാഹു അവ്വലി ഹാദിഹിൽ ഉമ്മത്തി ബിസ്സുഹുദി വൽ യഖീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തബ്റാനിയുടെ റിപ്പോർട്ട്, ഈ സമുദായത്തിൻ്റെ തുടക്കകാലത്തുള്ള ആളുകളൊക്കെ വിജയിച്ചത്, രക്ഷപ്പെട്ടത് നല്ല ഈമാനും അവർക്കുണ്ടായിരുന്നു, അതുപോലെ ദാനധർമ്മങ്ങളും കൂടുതലുണ്ടായിരുന്നു. ആ കാലത്തുള്ള മുൻഗാമികളായ മഹാന്മാരാണ് വിജയിച്ചത്. ഈ സമുദായത്തിൻ്റെ അവസാന കാലത്ത് വലിയ ദുരന്തമായിട്ട് സംഭവിക്കാനുള്ളത് വയഹ്ലിക്കു ആഖിറു ഹാദിഹിൽ ഉമ്മ ബിൽ ബുഖ്ലി വൽ അമൽ. പണത്തോടുള്ള അത്യാഗ്രഹവും പണം വിനിയോഗിക്കാൻ പാവപ്പെട്ടവർക്ക് നൽകാനുള്ള പിശുക്കും, ഇത് രണ്ടുമാണ് ഈ സമുദായത്തിൻ്റെ അവസാന കാലത്ത് സംഭവിക്കുന്ന ദുരന്തങ്ങൾ എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഴ പെയ്യാതിരിക്കാൻ പോലുമുള്ള കാരണം ദാനധർമ്മങ്ങൾ ചെയ്യാത്തതാണ്. അതുപോലെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ, കാരുണ്യത്തിൻ്റെ വഴികൾ അടഞ്ഞു പോകും മനുഷ്യൻ ധർമ്മം ചെയ്യുന്നില്ലെങ്കിൽ. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ നമ്മളെ ബന്ധപ്പെട്ടവർക്കും ചോദിച്ചു വരുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കുമെല്ലാം ഓരോരുത്തരും അവരവരുടെ കഴിവും പ്രാപ്തിയും മനസ്സിലാക്കി ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. മസലുല്ലദീന യുൻഫിഖൂന ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബത്തത് സബഅ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ പുരോഗതി എങ്ങനെയാണ് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. അവർ 7 കതിരുകൾ ഉള്ള ഒരു ധാന്യമണി നാം ഭൂമിയിൽ നടുകയും അതിന് വെള്ളവും വളവും ലഭിച്ചപ്പോൾ അത് മെല്ലെ വളർന്ന് അത് 7 കതിരുകൾ അതിൽ ഉണ്ടായി. ആ ഓരോ കതിരിലും ഓരോ കുലയിലും 100 വീതം മണികൾ. അങ്ങനെ ഒരു ധാന്യമണി 700 വർദ്ധിക്കുകയാണ്. നമ്മൾ സാധാരണ നെൽപ്പാടങ്ങളിൽ കാണുന്നുണ്ട്. ഒരു തേങ്ങയാണ് നാം ഭൂമിയിൽ കുഴിച്ചിട്ടത്, പക്ഷേ അതിൽ നിന്ന് പിന്നീട് എത്ര തേങ്ങ കിട്ടി? ഇപ്പോഴും ആ മരം അവിടെ ബാക്കിയുണ്ട്, മരത്തിൻ്റെ മുകളിൽ തേങ്ങയുണ്ട്. എത്ര തേങ്ങ കിട്ടി? ആ ഒറ്റ തേങ്ങയിൽ നിന്ന് എത്ര തേങ്ങ നമുക്ക് കിട്ടി? ഇതുപോലെ ഒരു ധർമ്മത്തിൽ നിന്ന്
എത്രയോ ഇരട്ടി സമ്പത്ത് മനുഷ്യന് ലഭിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുമ്പോൾ നമ്മുടെ സമൂഹം വളരെ ജാഗ്രത പാലിച്ച് ആ രംഗത്ത് മുന്നോട്ട് വരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.